So hello guys, welcome back to Max at 360 degree with Sonia and Rachel. Rachel, നമ്മൾ എവിടെ പോവാ Rachel? Where are we going? എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി 5:30 ഇപ്പോൾ ഇതാ സമയം 6:07 ആയപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പുതിയ ഡ്രൈവറെ പരിചയപ്പെടുത്താം. ടൈറ്റിലല്ലോടി ഡ്രൈവറെ, ഇതാണ് നമ്മുടെ എക്സ്പ്രസ് ഹൈവേ ഡ്രൈവർ ഫുൾ ആറ്റിറ്റ്യൂഡിലാണ് ഗൈസ്. ഇതാ വലിയ ലോറിനൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ഇത് 3 ലൈൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 3 ലൈൻ ഉണ്ട്. അത് ഏറ്റവും സ്പീഡ് കുറഞ്ഞ ലൈന്, ഇത് നോർമൽ സ്പീഡ്, ഇത് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. നേരമായി ഗൈസ്, ഈ ഒരു ബസ്സിനെ തോപ്പിക്കണം എന്ന് പറഞ്ഞ ഒരാള് ഇരിക്കുന്നു. ഇതുവരെ ഇവൾ ഏത് ലൈനിൽ കയറുന്നു ആ ഒരു ലൈനിൽ അയാള് കയറുന്നുണ്ട്. ഇത് ഇന്ന് തോപ്പിക്കാൻ പറ്റുമോ? കമോൺ. ഇല്ല ഗൈസ്, ഇതിനെ പൊട്ടിച്ചാല് എന്താ പറയാ, വിട്ടോ നീ. ഇതാ പരമാവധി കേറ്റുന്നുണ്ട് 120. ഇതാ ആ ബസ്സിനെ തോൽപ്പിക്കുമോ? മാക്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ ആ ബസ്സിനെ തോൽപ്പിച്ചിരിക്കുന്നു. മിക്കവാറും ഫൈന് വീട്ടിലേക്ക് വരുന്നതാണ്. നേരം പരപരാന്ന് വെളുത്തിരിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഉറപ്പായിട്ടും ചോദിച്ചോ. മാക്സുമായി ബന്ധപ്പെട്ട തന്നെ ഒരു ചോദ്യം തന്നെയാകാം. മാക്സാ? അപ്പൊ നമ്മള് വ്ളോഗിൽ കണക്ക് കൊണ്ടുവരുവാണ്. ചെറുതായി ഒരു കണക്ക് കൊണ്ടുവരിക. ഓക്കെ, സെറ്റ്. അധിക നേരം നിങ്ങൾ ഓർപ്പിക്കൊന്നില്ല. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, അല്ലാതെ കണക്കല്ല. ഇത് ആർക്കും കണ്ടിരിക്കാം. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാരും തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഒരു ചോദ്യമാണ്. നിനക്കറിയില്ല ചോദ്യം ഏതാണ്? ചോദ്യം എന്താന്നറിയില്ല, പക്ഷേ കണക്കായതുകൊണ്ട് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാരും കണ്ട, അവരൊക്കെ പോകണ്ട, ഫൈൻ ഉറപ്പാ കേട്ടോ. അപ്പൊ അവര് കണ്ടിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് മാക്സിമം പോവാൻ പറ്റുന്ന സ്പീഡ് എത്ര ഹൈവേയില്? ഇവിടെ ഇപ്പൊ 100 km/h സ്പീഡിൽ നമുക്ക് ഏറ്റവും മാക്സിമം പോവാം. ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ലൈനും 100 km/h മാക്സിമം സ്പീഡ് ലിമിറ്റ് ഉള്ളതാണ്. ഇപ്പം റൈറ്റ് ലൈന് ഏറ്റവും മാക്സിമം സ്പീഡിൽ പോകാൻ പറ്റുന്ന ലൈനിൽ കൂടെയാണ് 360 ഡിഗ്രി വിത്ത് സോണിയ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മാക്സ് 360 ഡിഗ്രി വിത്ത് സോണിയോട് എനിക്കൊരു ചോദ്യമുണ്ട്. നേരത്തെ നീ എന്താ പറയാ, ഈ ഒരു സാധനം 120 മേലെ കയറ്റി ചെറുതായിട്ടൊന്ന് 120. അതൊന്നും പുറത്ത് പറയാൻ പാടില്ല. ഇത് വീട്ടുകാരൊക്കെ കാണുന്നതാണ്. അതെ, നമ്മൾ സേഫ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം മാത്രം അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം ഹൈവേ അല്ലേ, ഇത്രയും നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഹൈവേ അല്ലേ, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നതാണ്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, വീട്ടിൽ വരുമോ? സാധ്യതയുണ്ട്, പക്ഷെ സാധ്യതയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പം ഫൈന് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 120 കിലോമീറ്റർ 100 കഴിഞ്ഞ് നമ്മൾ പോയല്ലോ. അപ്പൊ ചിലപ്പോ ഫൈൻ വരാൻ സാധ്യതയുണ്ട്. ഫൈൻ അങ്ങനെ വരത്തില്ല. അതെന്താണെന്നറിയോ? അതെന്താ? അത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവിടെ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്, മീൻസ് ഡിസ്റ്റൻസും ടൈമും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇവര് ഫൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് അറിയണോ? അപ്പം നമ്മുടെ ഒരു അറിവില്, എന്റെ ഒരു അറിവിലുള്ള ഒരു ചോദ്യമാണ്. ഇപ്പം ഇവിടുന്നാണ് ഒരു സ്പീഡ് ക്യാമറ ഉള്ളതെന്ന് വെച്ചാല്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത 20 കിലോമീറ്ററിൽ വേറൊരു സ്പീഡ് ക്യാമറ ഉണ്ടാവും. ബോർഡ് അവരെ കാണിച്ചു കൊടുക്കും. മാക്സിമം km/h. അപ്പൊ എന്റെ ചോദ്യത്തിലേക്ക് ഒന്നും കൂടി വരാം. നമ്മളിപ്പോ ഇവിടുന്ന് സ്പീഡ് ക്യാം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അടുത്ത 20 കിലോമീറ്ററിൽ സ്പീഡ് ക്യാം ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര മിനിറ്റ് കൊണ്ട് ഈ 2 ക്യാമറ കടന്നു പോയാൽ ഫൈൻ ഇല്ലാതെ രക്ഷപ്പെടാം? ഏത് സ്പീഡില്? 100 km/h. ഓക്കെ, ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന് മുന്നേ ഉത്തരം പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ സ്പീഡ് ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കാണാത്തവര് തീർച്ചയായിട്ടും എടുത്ത് കാണുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ കിടപ്പുണ്ട്. അപ്പൊ അതെടുത്ത് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, അല്ലെ? നമ്മളിപ്പം സ്പീഡ് ഡിസ്റ്റൻസ് സിനിമയ്ക്ക് പോകുന്നു, ഹൈവേ ട്രാവൽ ചെയ്യുന്നു. പിന്നെ അല്ല,
എന്താ പറയുക ബാംഗ്ലൂർ ഭൂമിയുടെ സ്പന്ദനം എവിടെയാന്ന് കണക്കിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ സ്പീഡ് ഡിസ്റ്റൻസ് ഫോർമുല എന്നതാ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ്, നമ്മുടെ ക്യാമറ, ഒരു ക്യാമറ കഴിഞ്ഞ് അടുത്ത ക്യാമറ ഉള്ളതെന്ന് പറയുന്നത് 20 കിലോമീറ്ററിലാണ് അല്ലെ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ 20 കിലോമീറ്റർ. അപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എത്രയാണ്? 100 കിലോമീറ്റർ പെർ അവർ അല്ലെ? അപ്പോ ഇവിടെ നമുക്ക് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാ നമുക്കുള്ളത്? 20. സ്പീഡ് എത്രയുള്ളത്? 100 കിലോമീറ്റർ പെർ അവർ. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 100 എത്ര ഗൈസ്? 0.2. അപ്പൊ 0.2 വരുന്ന സമയത്ത് 0.2 അവർ ആണ്. 0.2 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 0.2 into 60 minutes. ദാറ്റ് ഈസ് നമുക്ക് എത്ര കിട്ടും? ഏകദേശം ഒരു 12 minutes കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു ക്യാമറ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, 2 ക്യാമറാസ് കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ടൈം എന്ന് പറയുന്നത് 12 മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ മിനിമം 12 മിനിറ്റിൽ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യണം. ഇനിയിപ്പോ ഈ 12 മിനിറ്റ് കൂടിപ്പോയാൽ എന്നെ പറ്റുമോ? ഒന്നും പറ്റത്തില്ല, നമുക്ക് ഫൈനേ കിട്ടത്തില്ല, ഒരു ചാൻസ് പോലും ഇല്ല. പക്ഷേ ഈ ഒരു 12 മിനിറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു പോയെന്ന് വിചാരിക്കുക. 12 മിനിറ്റിന് 8 മിനിറ്റിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിച്ചോ ഫൈൻ വീട്ടിലെത്തിയിരിക്കും. അതേപോലെ ഈ ഒരു ഹൈവേയില് എനിക്കറിയില്ല അങ്ങനെ ഫൈൻ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പം ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് ഫൈൻ അടച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞതേ ഉള്ളൂ, ആരെങ്കിലും ഉണ്ടോ ഫൈൻ അടച്ച്? നമ്മുടെ അറിവിൽ ആരും ഇല്ല എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ഹൈവേ ഒരു 7-8 പ്രാവശ്യം, ഏതല്ല അതിനേക്കാളും കൂടുതൽ നമ്മളിപ്പോ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇതുവരെ ഫൈൻ വന്നിട്ടില്ല. ആദ്യ കാലങ്ങളിൽ എന്താ പറയാ ഫൈനും ഇല്ലായിരുന്നു ഇവിടെ. എന്താ പറയാ ഇങ്ങനെ സ്പീഡ് ക്യാമറയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഈ ഒരു ഹൈവേയില് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയില് യാത്ര ചെയ്ത് ഫൈൻ അടച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, എൽബി നീ ചോദിച്ചില്ലേ നമുക്ക് ഫൈൻ വരുമോന്ന്? ഞാനിപ്പോ 120 സ്പീഡിൽ ഒരു തവണ പോയില്ലായിരുന്നോ? അപ്പൊ ഞാൻ പിന്നെ എനിക്ക് 100-ൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പോവാണ്ടിരുന്നാ മതി. ഒരു 80-ലും 60-ലേക്ക് ഇടയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഫൈൻ ഒന്നും കിട്ടത്തില്ല. കാരണം നമുക്ക് അതിനനുസരിച്ച് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ടൈം മീൻസ് കൂട്ടാം നമുക്ക് 12 മിനിറ്റ്. അതുകൊണ്ട് ഇല്ല, അത് ഏകദേശം അങ്ങനെയാണ്. മാക്സിമം കിലോമീറ്റർ ഇവിടെ ട്രാവൽ ചെയ്യുന്നത് 100 കിലോമീറ്റർ ആണ്. നമ്മൾ അത് എക്സീഡ് ചെയ്തു ഒരു പ്രാവശ്യം. അപ്പം ഇനി ഫൈന് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടില്ല. അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഡ്രൈവർ മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹൈവേ കഴിഞ്ഞു ഡ്രൈവറെ മാറ്റി. കാരണം ഇത് കുണ്ടും കുഴിയുള്ള റോഡാണ്. എക്സ്പേർട്ട് ഡ്രൈവർ തന്നെയാണ് ഈ വഴിയിലൂടെ വണ്ടി ഓടിക്കുക. ചേട്ടായിസ് ഫാമിലി റെസ്റ്റോറന്റ്. അപ്പൊ നമ്മളിതാ ബാംഗ്ലൂർ ടു മൈസൂര് അല്ലെങ്കിൽ ബാംഗ്ലൂർ ടു കേരള എപ്പോ പോവാണെങ്കിലും രാവിലെ നമ്മള് ആദ്യമായിട്ട് ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന സ്ഥലമാണ് ദ ചേട്ടായിസ് റെസ്റ്റോറന്റ്. ഇവിടെ കാത്ത് നമ്മുടെ റേച്ച് ബേബിയും ലിജ ചേച്ചിയും അവിടെ ഉണ്ട്. ഹലോ ഹലോ. നാഗർഹോൾ ടൈഗർ റിസർവിലുള്ള കാഴ്ചകളാണ് ഗൈസ്. ഒന്നുമില്ല ഗൈസ്, ടൈഗർ റിസർവിൽ ഒന്നുമില്ലാന്ന് മാത്രല്ല ഈ ചുറ്റും നോക്ക് ഫുള്ള് കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. എന്താ അവസ്ഥ എന്നറിയില്ല. ഫുള്ള് കണ്ടോ, കാട്ടുതീ എങ്ങാനും പടർന്നു. ഇല്ല, കാട്ടുതീ അല്ല ഇത്, കാട്ടുതീ അല്ല ഇത്, മറ്റേ സംഭവം ഇല്ല, എന്ത് ഫോറസ്റ്റ് ക്ലീനിങ് പ്രോസസ് ആണ് കേട്ടോ അത്. വെറുതെ കാട്ടുതീ എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു റോഡിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ദുർഘടമായ ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഓരോ 20 മീറ്റർ, 20 ഒരു 500 മീറ്ററിനുള്ളിൽ ഓരോ ഹമ്പുകൾ ഉണ്ട്. ഇപ്പൊ ഒരു ഹമ്പ് കഴിഞ്ഞില്ലേ, ഫോറസ്റ്റ് ആയതുകൊണ്ടാ ഫാസ്റ്റ് ആയിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. ആക്സിഡന്റ് ഗോ സ്ലോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആനക്കുളം കാണാം. അത് ഇവിടെ അല്ല, ആനക്കുളം ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ലല്ലോ. ഇപ്പം എന്താ പറയാ 2 സൈഡും വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ കത്തിച്ചത് കൊണ്ട് ആ ഒരു പച്ചപ്പിട്ടില്ല കാണുന്നില്ല. അതേപോലെ ഇവരിങ്ങനെ നിർത്തിക്കുമ്പോ നമുക്ക് 20 രൂപ കൊടുക്കാതെ രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. ഇതേപോലെ ഏതൊരു ചെക്ക് പോസ്റ്റിൽ നമ്മളെ വണ്ടി നിർത്തിയാലും നമുക്ക് ആ ഒരു ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഒരു ചെക്ക് പോസ്റ്റ് കൂളായിട്ട്, ഇങ്ങനെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്
നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറയാ ഊട്ടിയിൽ പോയപ്പം ഇങ്ങനെ 2-3 ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫോറസ്റ്റിൽ നമ്മൾ ഇങ്ങനെ ക്യാഷ് ഇല്ല UPI ആണ്. നമുക്ക് UPI അവരുടെ കയ്യിലുണ്ടെങ്കിലും എന്താ പറയാ ഇപ്പൊ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ UPI ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. എല്ലായിടത്തും UPI ആക്കണം എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി UPI ഉണ്ടോ. അപ്പൊ അവർ ഇൻ കേസ് ഇല്ലാന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂളായിട്ട് പോകാം. അപ്പൊ ഏതെങ്കിലും ചെക്ക് പോസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ 20 രൂപ സേവ് ചെയ്യാനുള്ള ഒരു ഹാക്കാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഓരോ പലതുള്ളി പെരുവെള്ളം ഇന്ന് ഫുള്ള് നാവ് കോച്ചിലാണല്ലോ, പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ. അതേപോലെ നമുക്ക് ഓരോ 20 രൂപയും ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അങ്ങനെ ഡ്രൈവിംഗ് സീറ്റ് പിന്നെയും മാക്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. ചോദിച്ചു വാങ്ങിയെന്നോ? മെതിയടിപ്പാറ ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. മെതിയടിപ്പാറ ഹനുമാൻ ടെമ്പിളിന്റെ ഭംഗി ആസ്വദിക്കുന്ന മാക്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. നമുക്കിവിടെ ഒരു കടാവിളക്ക് കാണാം. ഇത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചും കൂടി പുറകോട്ട് പോയാൽ അത് കാണാൻ പറ്റുമെന്നാണ് എന്റെ തോന്നല്. യെസ്, അവിടെ ഒരു കടാവിളക്ക് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കൂട്ടുപുഴ പാലവും കഴിഞ്ഞ് ജാസ്തി മാത്താട് പേടയിൽ നിന്നും അല്ലെങ്കിൽ നിമകെ ഏനു സഹായ ബേക്കുവിൽ നിന്നും എടാ മോനെ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.